ലൈംഗിക പീഡന കേസിൽ ഉൾപ്പെട്ട് പാർട്ടി പുറത്താക്കിയതിനെ തുടർന്ന് രാഹുൽ മാങ്കൂട്ടത്തിനെ ഒഴിവാക്കിയതോടെ പാലക്കാട് ആരാകും UDF സ്ഥാനാർത്ഥി എന്നുള്ള കാര്യത്തിൽ എല്ലാവരും ഉറ്റുനോക്കുകയായിരുന്നു. ഇപ്പോൾ ഉയർന്നു കേൾക്കുന്ന പേര് രമേശ് പിഷാരടിയുടേതാണ്. പാലക്കാട് സീറ്റിൽ ജില്ലാ നേതൃത്വം നിർദ്ദേശിച്ച പേരുകളെല്ലാം വെട്ടി രമേശ് പിഷാരടിയെ മത്സരിപ്പിക്കാനുള്ള ഷാഫി പറമ്പിൽ MP നീക്കത്തിന് നേതൃത്വം വഴങ്ങിയെന്നാണ് സൂചന. അപ്പോൾ ചോദ്യം ഇതാണ്, പിഷാരടി ഷാഫിയുടെ നോമിനിയോ? രാഹുൽ മാങ്കൂട്ടത്തിലല്ല പാലക്കാട് സ്ഥാനാർത്ഥി എന്ന് ഉറപ്പിച്ചതോടുകൂടിയിട്ട് പിന്നീട് ആരാകും പാലക്കാടെ സ്ഥാനാർത്ഥി എന്നുള്ള കാര്യത്തിലാണ് ഏറെ ശ്രദ്ധിക്കപ്പെടുന്ന ഒരു മണ്ഡലം കൂടിയാണ് പാലക്കാട്. അത്തരത്തിൽ ഒരുപാട് മുൻപ് ഉണ്ടായ തെരഞ്ഞെടുപ്പുകളുടെയൊക്കെ ഒരു പശ്ചാത്തലത്തിൽ ആ ഒരു ചരിത്രമൊക്കെ എടുത്ത് നോക്കുകയാണെങ്കിൽ പാലക്കാട് ആര് സ്ഥാനാർത്ഥി ആയാലും അതൊരു സ്റ്റാർ കാൻഡിഡേറ്റ് ആയിരിക്കും എന്നുള്ള കാര്യം തരത്തിൽ ഉറപ്പാണ്. അപ്പോൾ മുൻ IAS ഉദ്യോഗസ്ഥൻ കണ്ണൻ ഗോപിനാഥൻ, അതുപോലെ തന്നെ മുതിർന്ന കോൺഗ്രസ് നേതാവ് K മുരളീധരൻ എന്നിവരുടെയൊക്കെ പേരാണ് ആദ്യഘട്ടത്തിൽ കേട്ടത്. എന്നാൽ ഇവരുടെ എല്ലാം പേര് വെട്ടി രമേശ് പിഷാരടിയെ സ്ഥാനാർത്ഥിയാക്കാനാണ് നീക്കം. രമേശ് പിഷാരടി ഷാഫി പറമ്പിലിന്റെ അടുത്ത സുഹൃത്തു കൂടിയാണ്. കോൺഗ്രസ് അനുഭാവി മാത്രമല്ല, ഷാഫി പറമ്പിലിന്റെ അടുത്ത സുഹൃത്താണ്. ഒരുപാട് പൊതുപരിപാടികളിലൊക്കെ ഇരുവരും ഒരുമിച്ച് പങ്കെടുത്തിട്ടുണ്ട്, നമുക്കറിയാം. പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് സമയത്തും രാഹുൽ മാങ്കൂട്ടത്തിനെ സ്ഥാനാർത്ഥിയാക്കിയത് ഷാഫി പറമ്പിലിന്റെ നിർദ്ദേശപ്രകാരം തന്നെയായിരുന്നു. പാലക്കാട് ഷാഫിയുടെ നോമിനി അല്ലാതെ ഒരു സ്ഥാനാർത്ഥിയെ കോൺഗ്രസിന് നിർത്താനാവില്ലേ എന്നുള്ളതാണ് ഈ ഒരു സമയത്ത് ഉയർന്ന ചോദ്യം. ഷാഫിയുടെ നീക്കത്തിന് നേതൃത്വത്തിന് വഴങ്ങാതെ വഴിയില്ലേ? പാലക്കാട് വിട്ട് വടകര വഴി ലോക്സഭയിലേക്ക് ഷാഫി പോയത് ഈ ഒരു ഉറപ്പിന്റെ പേരിലാണോ എന്നുകൂടി സംശയിക്കേണ്ടത് ഇരിക്കുന്നു. ഷാഫിയുടെ ഈ പാലക്കാട് ആര് സ്ഥാനാർത്ഥിയാകണം എന്നുള്ള ഷാഫിയുടെ കടുംപിടുത്തങ്ങൾ, അത്തരം വാർത്തകളൊക്കെ വരുമ്പോൾ. അപ്പോൾ എന്തായാലും വിവരങ്ങളുമായി സച്ചിൻ വള്ളിക്കാടാണ് ചേരുന്നത്. സച്ചിൻ, എന്തായാലും പാലക്കാട് ഇത്തവണയും ഷാഫി പറമ്പിൽ നിർദ്ദേശിക്കുന്ന ആൾ തന്നെ സ്ഥാനാർത്ഥിയായി വരുമെന്നാണോ? അങ്ങനെയാണെങ്കിൽ രമേശ് പിഷാരടി ആയിരിക്കുമോ പാലക്കാട് സ്ഥാനാർത്ഥിയാകുക? രമേശ് പിഷാരടി പാലക്കാട് സ്ഥാനാർത്ഥിയായാൽ എത്രമാത്രം അത് കോൺഗ്രസിന് ഗുണകരമാകും? വിജയ സാധ്യതയൊക്കെ എത്രമാത്രമായിരിക്കും? സ്വാതി, തീർച്ചയായും കഴിഞ്ഞ തവണ രാഹുൽ മാങ്കൂട്ടത്തിൽ പാലക്കാട് സ്ഥാനാർത്ഥിയായതുപോലെ തന്നെയാണ് ഇപ്പോൾ വീണ്ടും ഷാഫി പറമ്പിലിൻ്റെ നോമിനിയായി തന്നെ രാഹുലിൻ്റെ പിൻഗാമിയായി ഇപ്പോൾ പാലക്കാട് പരിഗണിക്കുന്നത്, UDFിൻ്റെ സ്ഥാനാർത്ഥിയായി പരിഗണിക്കുന്നത് നടനും കോൺഗ്രസിൻ്റെ അനുഭാവിയുമായിട്ടുള്ള രമേശ് പിഷാരടിയെയാണ്. പാലക്കാട് DCCയും അതേപോലെ തന്നെ VK ശ്രീകണ്ഠൻ MP എല്ലാം K മുരളീധരൻ്റെയും അതേപോലെ തന്നെ കണ്ണൻ ഗോപിനാഥനെയും പാലക്കാട് മത്സരിപ്പിക്കണമെന്ന ആവശ്യം മുൻനിർത്തിയുള്ള ഒരു നിർദ്ദേശം സംസ്ഥാന നേതൃത്വത്തോടും അതേപോലെ തന്നെ ദേശീയ നേതൃത്വത്തോടും ആവശ്യപ്പെട്ടിരുന്നു. എന്നാൽ അതിനെയൊക്കെ പാടെ അവഗണിച്ചുകൊണ്ടാണ് ഷാഫിയുടെ സമ്മർദ്ദത്തിന് വഴങ്ങി വീണ്ടും പാലക്കാടേക്ക് ഇപ്പോൾ രമേശ് പിഷാരടിയെ സ്ഥാനാർത്ഥിയാക്കി കൊണ്ടുവരാനുള്ള നീക്കങ്ങൾ ആരംഭിച്ചിട്ടുള്ളത്. ദേശീയ നേതൃത്വത്തോട് ഷാഫി ആവശ്യപ്പെട്ടതിൻ്റെ ഭാഗമായിട്ടാണ് രമേശ് പിഷാരടിയെ പാലക്കാട്ടേക്ക് കൊണ്ടുവരാനുള്ള നീക്കം ആരംഭിച്ചത് എന്നാണ് ഷാഫി അനുകൂലികളും അറിയിക്കുന്നത്. അതിനാൽ തന്നെ വീണ്ടും ഷാഫിയുടെ സമ്മർദ്ദത്തിന് വഴങ്ങി ദേശീയ സംസ്ഥാന നേതൃത്വം പാലക്കാട്ടെ സ്ഥാനാർത്ഥിയെ നിർണ്ണയിക്കുന്നു. രമേശ് പിഷാരടി പാലക്കാട്ടേക്ക് വരുന്നു. പ്രധാനമായും പാലക്കാടിനെ സംബന്ധിച്ചിടത്തോളം രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് വലിയ രീതിയിലുള്ള പ്രതിസന്ധിയിലാണ് നിലവിൽ കോൺഗ്രസ് ഉള്ളത്. എന്നാൽ അതിനെ മറികടക്കുക എന്ന ഒരു ലക്ഷ്യം വെച്ചുകൊണ്ട് തന്നെയാണ് സമ്മതരായ സ്ഥാനാർത്ഥികളെ പാലക്കാട്ടേക്ക് പരിഗണിച്ചത്. ആദ്യഘട്ടത്തിൽ കണ്ണൻ ഗോപിനാഥൻ, മുൻ IAS ഉദ്യോഗസ്ഥനായ കണ്ണൻ ഗോപിനാഥനെ കൊണ്ടുവരാനുള്ള ഒരു നീക്കമാണ് ഉണ്ടായിരുന്നത്. എന്നാൽ പിന്നീടാണ് VK ശ്രീകണ്ഠൻ MP അടക്കമുള്ള ആളുകൾ K മുരളീധരനെ പാലക്കാട് കൊണ്ടുവരണം, കാരണം ശക്തയായ BJPയുടെ സ്ഥാനാർത്ഥിയായി ശോഭാ സുരേന്ദ്രൻ വരുന്നു. അതിനാൽ തന്നെ അതിനെ മറികടക്കാൻ വേണ്ടി ശക്തയായ UDFിൻ്റെ സ്ഥാനാർത്ഥി തന്നെ പാലക്കാട് ഉണ്ടാവണമെന്ന ആവശ്യം മുൻനിർത്തിയായിരുന്നു അത്തരത്തിലൊരു നീക്കം ആരംഭിച്ചത്. എന്നാൽ ആ നീക്കങ്ങൾക്കെല്ലാം വിരാമമിട്ടുകൊണ്ടാണ് ഷാഫിയുടെ സമ്മർദ്ദത്തിന് വഴങ്ങി AICCയും അതേപോലെ തന്നെ KPCCയും ഇപ്പോൾ രമേശ് പിഷാരടിയെ പാലക്കാട്ടേക്ക് പരിഗണിച്ചുകൊണ്ടിരിക്കുന്നത്. നേരത്തെ സ്വാതി സൂചിപ്പിച്ചതുപോലെ തന്നെ പല പൊതുപരിപാടികൾക്കകത്തും രമേശ് പിഷാരടി പാലക്കാട് പങ്കെടുത്തിട്ടുണ്ട്. പ്രധാനമായും ഷാഫി പറമ്പിലിൻ്റെ പരിപാടികളിലാണ് രമേശ് പിഷാരടി മുൻകാലങ്ങളിൽ പങ്കെടുത്തിരുന്നത്. അവസാനമായി രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയമടക്കം ഉയർന്നു വന്ന സമയത്ത് പോലും പാലക്കാട്ടെ കോൺഗ്രസ് അനുഭാവികളുടെ പരിപാടികളിൽ രമേശ് പിഷാരടി എത്തിയിരുന്നു. അതിനാൽ തന്നെ ആ ഒരു സാഹചര്യമെല്ലാം വിലയിരുത്തിക്കൊണ്ട് തന്നെയാണ് ഷാഫിയുടെ ഉറ്റ സുഹൃത്തു കൂടിയായിട്ടുള്ള രമേശ് പിഷാരടിയെ പാലക്കാട്ടേക്ക് പരിഗണിക്കുന്നത്. സ്വാതി.